ഹായ്, വെൽക്കം ടു എഡ്യൂബ്ലിറ്റ്സ്. നാളെ NCET എക്സാമിൻ്റെ പരീക്ഷ എഴുതാൻ പോവുകയാണ്. അതിനു മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ മീഡിയം ഓഫ് ലാംഗ്വേജ്, അതായത് 13 മീഡിയത്തിൽ നമ്മുടെ എക്സാം എഴുതാവുന്നതാണ്. ഇപ്പോൾ കേരളക്കാരായതുകൊണ്ട് നമ്മൾ മലയാള മീഡിയത്തിൽ പല ആളുകളും സെലക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ സെലക്ട് ചെയ്തതെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. മലയാള മീഡിയമാണ് സെലക്ട് ചെയ്തെങ്കിൽ കൂടെ ഇംഗ്ലീഷും ഉണ്ടായിരിക്കും. പക്ഷേ NCET പറയുന്ന, അതായത് NTA പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസിലും എന്തെങ്കിലും ക്ലാഷ് വരികയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷാണ് ഫൈനലായിട്ട് പരിഗണിക്കുക. അതുകൊണ്ട് തന്നെ നാളത്തെ എക്സാമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾ മലയാള മീഡിയത്തിലാണ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാനൊരു കഴിഞ്ഞ വർഷം നടന്ന എക്സാമിൻ്റെ ഒരു മലയാള മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും നടന്ന സെയിം ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ അനലൈസ് ചെയ്യാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, മലയാളത്തിലുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമൊത്ത് പറയപ്പെടുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ബുദ്ധൻ ജ്ഞാനോദയം കൈവരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മലയാളത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ പ്രതീകമെത്ത്, അല്ലേ, പ്രതീകമെന്നൊക്കെ ആയിരിക്കും, എന്ന് പറയപ്പെടുന്ന ഡാഷ് വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ് ബുദ്ധൻ ജ്ഞാനോദയം കൈവരിക്കുന്നത്. ബുദ്ധൻ്റെ എൻലൈറ്റ്മെൻറ്റിനെ കുറിച്ചുള്ളൊരു ക്വസ്റ്റ്യനാണ്. മഹാഭാരതം, അശ്വബദ്ധ, കദംബ, പാരിജാത, ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം നിങ്ങളിത് വായിക്കുമ്പോൾ ഇതിൽ നിന്ന് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കും? അതുകൊണ്ട് തന്നെ അതേ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജും, അതായത് ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾ അതേ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ നോക്കൂ. The dash tree under which the Buddha attained enlightenment is said to symbolize the whole universe. Option നോക്കൂ. മഹാഭാരത, അശ്വത്ഥ, കദംബ, പാരിജാത. അല്ലേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇവിടെ നമുക്ക് ആൻസർ എന്താണ്? അശ്വത്ഥ എന്നുള്ളതാണ്. അല്ലേ, ബോധി വൃക്ഷത്തണലിൽ നിന്നാണ് ബുദ്ധൻ എൻലൈറ്റ്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ അശ്വത്ഥ എന്ന് നമുക്ക് കൃത്യമായിട്ട് ലഭിക്കും. അതേ സമയത്ത് നിങ്ങൾ മലയാള മീഡിയത്തിൽ നോക്കുമ്പോൾ അശ്വബദ്ധ എന്നുള്ളതാണ് നമുക്കവിടെ മനസ്സിലാവുക. അപ്പോൾ ഇങ്ങനെ ഇംഗ്ലീഷും മലയാളത്തിലും എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് നോക്കുക. ഇംഗ്ലീഷ് മാത്രമാണ് സെലക്ട് ചെയ്തെങ്കിൽ പ്രശ്നമില്ല. മലയാള മീഡിയം അധിക ആളുകളും അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ കാര്യം പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഏതായാലും നമുക്ക് നാളത്തെ എക്സാമിൽ നല്ല വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു.